ഹലോ, നമുക്കിന്നൊരു വർക്കല ഡേ കണ്ടാലോ? ഞങ്ങൾ രാവിലെ തന്നെ പുറപ്പെട്ടെ ഈ എക്സാമിൻ്റെ സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും എല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവരവരുടെ വണ്ടിയിലായിരുന്നു. എന്നാലും അതൊരു വൈബല്ലേ. എല്ലാവരും കൂടെ ഒരുമിച്ച് രാവിലെ തന്നെ ഇറങ്ങി. എന്നിട്ട് അവിടെ ഞങ്ങൾ നേരെ ആദ്യം പോയത് മുതലപ്പുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മുതലപ്പുഴയിൽ ഇറങ്ങി അവിടുത്തെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് അടുത്ത് നമ്മൾ കാപ്പിൽ ബീച്ചിലോട്ട് വന്നു. എപ്പോഴും വർക്കല പോയാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റി കാപ്പിൽ ബീച്ചിലോട്ട് എത്തി. കാപ്പിൽ ബീച്ചിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് ഈ പൈൻ ഫോറസ്റ്റ്. ഇതിൻ്റെ ഉള്ളിലുള്ള വിഷ്വൽസ് അത് വേറൊരു വൈബാണ്. അവിടെ ഇറങ്ങി ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഒരുപാട് വീഡിയോസും ഫോട്ടോസും പിന്നെ കുറച്ച് ബെസ്റ്റ് മൊമെൻറ്റ്സും എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. നമ്മൾ എടുത്ത ഫോട്ടോസിലും വീഡിയോസിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്ലിപ്പാണ്. എന്തോ ഒരു ബെസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു ആ ഒരു ക്ലിപ്പിലുണ്ടായിരുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി ബീച്ചിലോട്ട് പോയി. അതായത് ഈ പൈൻ ഫോറസ്റ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ ബീച്ച്. അങ്ങനെ ബീച്ചിലോട്ടൊക്കെ ഇറങ്ങി എന്തോ നല്ലൊരു ക്ലൈമറ്റും അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു. അത്യാവശ്യം എന്നല്ല, അവിടെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രൈവറ്റ് ബീച്ച് വൈബ് നമുക്ക് അവിടെ കിട്ടും. അങ്ങനെ അതെല്ലാം ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ആ ഒരു ഡേ അങ്ങനെ അങ്ങ് പോയി.
അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അവിടുത്തെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ നേരെ ഡെസ്റ്റിനേഷൻ നോക്കി എത്തി മന്തി മഞ്ചലിലോട്ടെത്തി. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മുടെ മനസ്സിലൊരു സ്ഥലം കാണും, അങ്ങോട്ട് തന്നെ കറക്റ്റായിട്ട് എത്തുകയും ചെയ്യും. അങ്ങനെ ഫുഡ് വരുന്നതിന് തൊട്ട് മുന്നുള്ള വിശപ്പിൻ്റെ കുറച്ച് കോപ്രായങ്ങളാണ് അത് ഈ കാണുന്നത്. അങ്ങനെ എന്തേ ഫുഡ് വരാത്തേന്ന് വെയിറ്റ് ചെയ്തിരുന്ന് ഓൾമോസ്റ്റ് ഒരു 1 hour കഴിഞ്ഞു നമ്മുടെ ഫുഡ് എത്തിയപ്പോഴത്തേക്കും. അപ്പോൾ പിന്നെ ഇത്രയും വിശന്നിരുന്നിട്ട് 1 hour ലേറ്റായിട്ട് ഫുഡ് വരുമ്പം പിന്നൊന്നും പറയണ്ടല്ലോ, ഫുഡ് വന്നത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതായിരുന്നു അവസ്ഥ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഹാപ്പി ആയിട്ട് ഞങ്ങൾ വയറെല്ലാം നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് ഒത്തിരി മൊമെൻറ്റ്സുമായിട്ട് ഞങ്ങളവിടെ തിരിച്ച് എല്ലാവരും വീട്ടിലോട്ട് പോയി. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.